സോ ഗൈസ്, അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന അമോങ് അസ് ആണ്. നമ്മൾ കഴിഞ്ഞ പൈസ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലോക്ക് ഷോട്ട്സിൻ്റെ. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്ലോക്ക് ഷോട്ട്സിൻ്റെ വീഡിയോയും കൂടി ഇട്ടതിന് ശേഷം പബ്ജിയും ഫ്രീ ഫയറിൻ്റെ ഇടാ പറഞ്ഞാണ്. പക്ഷേ ബ്ലോക്ക് ഷോട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. സ്കൾ ഗിറ്റാർ എടുക്കുന്ന കണ്ടന്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ നമ്മൾ എടുക്കണമെങ്കിൽ നല്ല കഷ്ടമാണ്. നമ്മൾ ശ്രമിക്കുക അതൊക്കെ എടുക്കാൻ. പിന്നെ ഗൈസ്, നമ്മൾ ഇനി ഒരു അമോങ് അസിന്റെ വീഡിയോയും കൂടി ഇടാം ഗൈസ്. പിന്നെ ഒരു മിനി മിലിറ്ററിന്റെ വീഡിയോയും കൂടി ഇട്ടിട്ട് നമ്മൾ പബ്ജിയും ഫ്രീ ഫയറും തുടങ്ങാം. അപ്പം പബ്ജിയിൽ നമ്മൾക്ക് കംബാക്ക് അടിക്കണം. പിന്നെ ഫ്രീ ഫയറിൽ കുറേയായി നമ്മൾ കളിച്ചിട്ടേ ഇല്ല. അന്നൊക്കെ എപ്പോഴോ കളിച്ച് ഒരു 2 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ. നമ്മൾക്ക് ഇനി 2-3 വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ശ്രമിക്കുക, നമ്മൾ ഇടും. അപ്പം ഫ്രീ ഫയറിൻ്റെയും BGMIൻ്റെയും വീഡിയോകളൊക്കെ നമ്മൾ ഇടും ഗൈസ്. പിന്നെ ഗൈസ്, ഇതിൻ്റെ അകത്ത് വന്നിട്ട് നമ്മൾക്ക് ഇൻവെർട്ടറിയിൽ പോയി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കുറേ സംഭവങ്ങളുണ്ടാവും. തൊപ്പിയൊക്കെ വെക്കാൻ പറ്റും ഗൈസ്. കുറേ തൊപ്പികളൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ നിറയെ തൊപ്പികളുണ്ട്. പിന്നെ ഗൈസ്, ട്രൗസറൊക്കെ വെക്കാൻ പറ്റും. പിന്നെ ട്രൗസർ നോണാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത് എന്താണ്, ഇതേമാതിരി തന്നെ BGMIയിലും നോൺ ആക്കാൻ പറ്റും നമ്മൾക്ക്. എനിക്ക് തോന്നുന്നു ഇത് കോപ്പി കളിച്ചതാണെന്ന്. അമോങ് അസിൽ ഈ ഒരു സംഭവം കോപ്പി കളിച്ചതാണെന്ന്. മറ്റേ പാൻറ്റിൻ്റെ ഓപ്ഷൻ BGMIയിൽ കോപ്പി കളിച്ചതാണ്. പാൻറ്റിനെ അല്ല, പാൻറ്റിൻ്റെ ഇങ്ങനെ ഒരു നോൺ ഓപ്ഷൻ ഉണ്ടാവില്ലേ, BGMIയിലും നോൺ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അമോങ് അസിനകത്ത് നോൺ കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇതെന്തോ കോപ്പി കളിച്ചിട്ടുണ്ടാവും. എന്തായാലും ചെറിയ ഗെയിംസിൻ്റെ ഒക്കെ തുടക്കങ്ങൾ അതിൻ്റെ അകത്തു നിന്നും കുറേ കാര്യങ്ങളൊക്കെ കോപ്പി കളിച്ചായിരിക്കും ഒരു വലിയൊരു ഗെയിമിന് ഉണ്ടാക്കുക. അപ്പോൾ ഈ അമോങ് അസിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പാനിൻ്റെ ഓപ്ഷനിൽ നോണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും BGMIയിലും കോപ്പി കളിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾക്ക് മുഖത്ത് മാസ്ക് പോലെ അതും ഇതൊക്കെ ഇടുക. പിന്നെ BGMIയിലും ഫ്രീ ഫയർ പെറ്റിൻ്റെ ഓപ്ഷൻ ഇതിൻ്റെ അകത്തു നിന്നാണ് കോപ്പി കളിച്ചതെന്നൊരു ഡൗട്ട്. പിന്നെ ഗൈസ്, ഗിവൻ സ്റ്റോൺ പറഞ്ഞ ഈ സാധനവും BGMIൻ്റെ അകത്ത് കോപ്പി കളിച്ചിട്ടുണ്ട്. അപ്പോൾ BGMIൻ്റെ അകത്ത് പാനിൻ്റെ ഓപ്ഷനും ഈ ഒരു മറ്റേ ഗിവൻ സ്റ്റോറിയില്ലേ, അതിൽ നമ്മൾക്ക് കളറൊക്കെ മാറ്റാൻ പറ്റുന്നതും BGMIയിൽ ഉണ്ട്. നെയിം പ്ലേറ്റ്സ് BGMIയിൽ ഉണ്ട്. അതാണ് കോപ്പി കളിച്ചത്. നെയിം പ്ലേറ്റ്സും പാനിൻ്റെ ഓപ്ഷനും BGMIയിൽ കോപ്പി കളിച്ചിട്ടുണ്ട്. പിന്നെ പെറ്റിൻ്റെ ഓപ്ഷനും പെറ്റിൻ്റെ ഓപ്ഷനും BGMIയിലും ഫ്രീ ഫയറും കോപ്പി കളിച്ച് വെച്ചാണ്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ പെറ്റ്സ് ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഗൈസ്, നമ്മൾക്കൊന്ന് ഷോപ്പിൽ പോയി നോക്കാം. ഷോപ്പിൽ വന്നിട്ട് നമ്മൾക്ക് ഇത് പെറ്റ്സിനെയൊക്കെ കാണിച്ചു തരും അവർ. അപ്പം നമ്മൾക്ക് ഇഷ്ടമുള്ള പെറ്റ്സിനൊക്കെ മേടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പാനിൻ്റെ ഓപ്ഷൻ എല്ലാതും ഉണ്ട്. പിന്നെ പാവാടയൊക്കെ ഉണ്ട് ഗൈസ്. ഇൻവെർട്ടറിയിൽ പോലെ തന്നെ എന്താണ് ഇതിലും കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ബീൻസ് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 547 ബീൻസ് ആണുള്ളത്. ഓക്കെ, പെറ്റ്സൊക്കെ നമ്മൾ അപ്പോഴേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചിക്കൻ ബൾച്ചൊക്കെ തന്നെ പെറ്റ്സ് പറയാൻ. അപ്പം പെറ്റ്സും അങ്ങനെയൊന്നും കാര്യമില്ല. പെറ്റ്സിന് ഇപ്പം നേരെ പറയാൻ കിട്ടുന്നില്ല ഗൈസ്. അപ്പം പെറ്റ്സൊന്നും അങ്ങനെ കാര്യമില്ല. ഓക്കെ, നമുക്ക് കളി തുടങ്ങാം. ഫൈൻഡ് ഗെയിം കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. 1.75. ഓക്കെ, ജോയിൻ ഗെയിം കൊടുത്തു. എന്തോ സർവർ എന്തോ പ്രശ്നമുണ്ട് ഗൈസ്. നമ്മൾക്ക് ഒന്നും കൂടെ കൊടുത്തു നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഗെയിമിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങാനൊക്കെ പറ്റും. ചാറ്റിൽ ആരുമേ ചാറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, സ്റ്റാർട്ട് ബർ ഇങ്ങനെ കൊടുക്കുക. സ്റ്റാർട്ട് ആവണ്ട ഗെയിം. ഇത് നമ്മളങ്ങനെ കൊടുത്തപ്പോഴേക്കും ഗെയിം സ്റ്റാർട്ടായി. ഓക്കെ, എനിക്ക് ക്രൂമേറ്റ് ആവാനാണ് ഇഷ്ടം. ഓക്കെ, ക്രൂമേറ്റ് ആയിട്ടുണ്ട് നമ്മൾ. യുവർ റോൾ ഈസ് ഡിറ്റക്ടർ വിക്ടറി. അധികം ആരും ഇല്ല ക്രൂമേറ്റിൽ, അധികം ആരും ഇല്ല. പിന്നെ ഗൈസ്, നമ്മുടെ റോള് വന്ന് ഡിറ്റക്റ്റീവാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഗെയിം സ്റ്റാർട്ട് ആവുന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ബ്ലൂ കളർ അമോങ് മറ്റേ അവൻ ക്യാരക്ടർ, ബ്ലൂ കളർ ക്യാരക്ടർ അവൻ മറ്റേ ചാറ്റ് ചെയ്യണ്ട ഒരു ഡൗട്ട്. ചാറ്റ് ചെയ്യണ്ടെന്നൊരു ഡൗട്ട്
ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ അമോങ്ങസിനെ കുറിച്ച് ഫുള്ളായി പറഞ്ഞു തരാം. ഈ അമോങ്ങസ് പറയുന്നത് ക്രൂമേറ്റിന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ മറ്റേ ഇമ്പോസ്റ്റർ കാണാണ്ട് അവന്റെ അടിയിലൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നതിനാണ് അമോങ്ങസ് പറയാ. അതേമാതിരി ഇമ്പോസ്റ്ററിന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഇമ്പോസ്റ്റർ വന്ന് ക്രൂമേറ്റിന്റെ അടിയിൽ ക്രൂമേറ്റിനെ നിന്ന് കൊന്നിട്ട് ക്രൂമേറ്റുകൾക്ക് ഞാനാണ് കൊന്നതെന്ന് അറിയാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് അമോങ്ങസ് എന്ന് പറയാ. ഓക്കെ, നമ്മൾക്ക് ചാറ്റിൽ പോയിട്ട് ഹലോ കൊടുക്കാം. ഇവൻ ചാറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ച് ചാറ്റ് ചെയ്യുന്നില്ല എന്നാണ്. ചാറ്റിൽ പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായും ഇവൻ ചാറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, മറ്റേ ബ്ലൂ കളർ ക്യാരക്ടർ ചാറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഐ ആം ഗിവൻ സ്റ്റോൺ അടിക്കാം. ഐ ഉണ്ടായിരുന്നു ഗൈസ്. ഗിവൻ സ്റ്റോൺ. ഓക്കെ, ഗിവൻ സ്റ്റോൺ അടിക്കാം. STONE. ഓക്കെ, സ്റ്റോൺ അല്ല സ്റ്റോറി ആയിരുന്നു ഗൈസ്. ഓക്കെ, ഗിവൻ സ്റ്റോറി മനസ്സിലായില്ലോ? ഒരു പേരാണത്. ഇതിൻ്റെ അകത്ത് ഗിവൻ സ്റ്റോറി അത് ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഗിവൻ സ്റ്റോറി എന്നാണ്. ഓക്കെ, ഹലോ ഹലോ അവൻ അയച്ചിട്ടുണ്ട്. ഹായ് ഹലോ എന്ന് രണ്ടും അയച്ചു കൊടുക്കുക ഗൈസ്, അതായിരിക്കും നല്ലത്. മറ്റേ ബ്ലൂ കളർ ക്യാരക്ടർ എന്തോ അയച്ചിട്ടുണ്ട്. യു വാച്ച് ബബ്ബബ മൂവി എന്ന് അയച്ചു കൊടുക്കുക. ചിലപ്പോൾ അവൻ സിനിമ കണ്ടിട്ടുണ്ടോ, ബബ്ബബ സിനിമ കണ്ടിട്ടുണ്ടോ. പിന്നെ ഗൈസ് ഇങ്ങനെ ചാറ്റ് ആവാത്ത സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ആവാത്ത സമയത്ത് നമ്മൾക്ക് ഇങ്ങനെ വേറെ ആൾക്കാരെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഗൈസ് നമ്മുടെ സ്പീഡ് എന്തെങ്കിലും കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സിൽ പോയി ഇങ്ങനെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും മാറ്റാൻ സെറ്റാക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇല്ല ഗൈസ്, ബബ്ബബ മൂവി കണ്ടില്ല. NH അയച്ചു വിട്ടിട്ടുണ്ട് ഗൈസ് നമ്മളുടെ അടുത്ത്. ഓക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, സ്റ്റാർട്ട് ആവാനായി ഗൈസ്. ഈ സെറ്റിങ്സിൽ പോയി നമ്മൾക്ക് എല്ലാ സ്പീഡ് എന്തെങ്കിലും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റാം. നമുക്കങ്ങനെ സ്പീഡൊന്നും കുറഞ്ഞില്ല. ഓക്കെ, ക്രൂമേറ്റ് തന്നെയായിരിക്കും വരിക. എനിക്കെന്തായാലും ക്രൂമേറ്റ് ആവാൻ തന്നെയാണ് ഇഷ്ടം. ക്രൂമേറ്റ് എന്നൊക്കെ പറയുമ്പോൾ റോളീസ് എഞ്ചിനീയർ. ഓക്കെ, നമ്മൾക്കിങ്ങനെ ക്രൂമേറ്റ് ആവാനാണ് ഇഷ്ടം. ക്രൂമേറ്റ് ഒക്കെ ആവുന്ന സമയത്ത് ഇമ്പോസ്റ്റർ ക്രൂമേറ്റ്സിനെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാണ് ഇമ്പോസ്റ്റർ എന്ന് കണ്ടുപിടിച്ച് ഇലക്ഷനിൽ പോയി ഇങ്ങോട്ട് വോട്ട് ചെയ്യണം. അപ്പം അങ്ങനെ വോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ആൾക്കാരുടെ വോട്ട് ചെയ്യാൻ പറയണം. അപ്പം അവർ പറയും ഇമ്പോസ്റ്ററിനെയൊക്കെ കണ്ടിരിക്കണോ, അങ്ങനെ പറഞ്ഞ് നമ്മൾക്ക് ഇത്തിരി ഫാൻ ബേസ് ഒക്കെ ഉണ്ടാവും. അതാണ് നമ്മൾക്ക് ക്രൂമേറ്റ് ആവാൻ ഇഷ്ടം. അതേമാതിരി ഇമ്പോസ്റ്ററിന്റെ സ്ഥാനത്ത് നിന്നാണെങ്കിലും ക്രൂമേറ്റ്സിനെ കൊന്നിട്ട് ക്രൂമേറ്റ്സിനെ അറിയാണ്ട് നമ്മൾ ഇമ്പോസ്റ്ററായിട്ട് ജീവിക്കണം. അപ്പോൾ ക്രൂമേറ്റ്സിന് മനസ്സിലാവേണ്ടി ഇരുന്നു അങ്ങനെ സർവൈവ് ചെയ്തു പറഞ്ഞാൽ അവരുടെ നമ്മൾക്ക് ഫാൻ ബേസ് ഉണ്ടാവും. അങ്ങനെ അമോങ്ങസ് ചെയ്ത് ജീവിക്കുന്നതിനാണ് അമോങ്ങസ് ഒരു ഗെയിം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾക്ക് കുറേ ആൾക്കാർ വേറെ കുറേ സ്ഥലത്ത് പോയിട്ടുണ്ട്. നമ്മൾക്കും ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ട് ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിക്കുക ഗൈസ്. ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിച്ചിട്ട് ഇലക്ഷനിൽ പോയിങ്ങോട്ട് ചാറ്റിൽ പോയിങ്ങോട്ട് പറയും ഇന്നാളാണ് ഇമ്പോസ്റ്റർ, അങ്ങനെ പറയുക ഗൈസ്. ഓക്കെ, ഇവിടെ എവിടെയെങ്കിലും ചിലപ്പോൾ ഇമ്പോസ്റ്ററുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതാരാണ് ഗോസ്റ്റ്? 2 ഗോസ്റ്റ്. അവൻ ഇമ്പോസ്റ്ററാണ്. മറ്റവൻ ഇമ്പോസ്റ്ററാണ്. ഇവാന ഇമ്പോസ്റ്ററാ? ഇതെന്തോ കൊല നടന്നു അവിടെ. പിന്നെ യുവർ ഡാഡ് ഇമ്പോസ്റ്ററാണ് കേട്ടാ. അപ്പോഴേ കണ്ടു അവിടെ പോന്നതായിട്ട് അപ്പോഴേ അവൾ കണ്ടു. ഓക്കെ, യുവർ ഡാഡ് ഈസ് ഇമ്പോസ്റ്റർ എന്നയക്കാം. ഒരു മഞ്ഞ കളറിലൊരു ക്യാരക്ടർ പോകുന്ന മാതിരി കണ്ടു. ഇലക്ഷനിൽ വന്ന് നോക്കുമ്പോഴാണ് യുവർ ഡാഡാണ് മറ്റേ മഞ്ഞ കളർ ക്യാരക്ടർ എന്ന് മനസ്സിലാവുന്നത്. അതേമാതിരി വേറൊരു കൊലയും കൂടെ കണ്ടു ഗൈസിന് വരുന്ന സമയത്ത് ഒരു ഗ്യാപ്പ് ചെയ്യുന്നു. ഓക്കെ നമ്മൾക്ക് യുവർ ഡാഡ് ഇമ്പോസ്റ്റർ അല്ലേ? യുവർ ഡാഡ് ഇമ്പോസ്റ്റർ അല്ല. യുവർ ഡാഡ് ഇമ്പോസ്റ്റർ ആണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഈ സൈഡൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കാം. ഓക്കെ, ഇമ്പോസ്റ്റർ അവിടെയാണ്. അവനെ കണ്ടുപിടിക്കണം ഗൈസ്. എന്നിട്ട് ഇമ്പോസ്റ്ററിനെ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ട് ഇലക്ഷനിൽ പോയി കണ്ട് പറഞ്ഞു വെച്ചാൽ എല്ലാ കാര്യങ്ങളും കറക്റ്റാവും. ഓക്കെ,
ഓക്കെ, വീണ്ടും എലക്ഷൻ വന്നിട്ടുണ്ട്. എസ് ഗൈസ്, യുവർ ഡാഡ് ഇമ്പോസ്റ്റർ ആണ്. ഓക്കെ ഗൈസ്. ഓ, മറ്റേ ബ്ലൂ കളർ ക്യാരക്ടർ അല്ലേ? ഞാൻ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് അവൻ്റെ കൂടെ ഞാൻ സംസാരിച്ചോണ്ടില്ല, അവൻ ഇമ്പോസ്റ്റർ ആണ് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഗൈസ്, എല്ലാവരും ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. നമ്മൾക്ക് 2-3 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, സോറി ഗൈസ്. നമ്മളിങ്ങനെ ബ്ലോഗ്സിൻ്റെ റോബ്ലോക്സിൻ്റെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്, ഒരു കണ്ണിന് കിട്ടുന്നില്ല. അയ്യോ, കൊന്നു കൊന്നോ. ഇനി നമ്മൾക്ക് എവിടെ വേണമെങ്കിലും ചുറ്റിക്കറങ്ങാം. ഓക്കെ,